ഈ ജീവിതത്തിൽ തൻ്റെ കർമ്മങ്ങളിലൂടെ യോഗ്യത നേടുന്ന ആളുകൾക്കാണ് അവസരം വരുമ്പോൾ എല്ലാ ചാൻസും വന്നു ചേരുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ചാൻസ് കിട്ടുന്നില്ല, എനിക്ക് അവസരം കിട്ടുന്നില്ല, എനിക്ക് അതിനുള്ള യോഗ്യത നേടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ആളോട് ഞാൻ പറയും, ഈശ്വരൻ നല്ലൊരു ആശാരി കൂടിയിട്ടാണ്. ഒരാശാരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പണിയായുധങ്ങളെയും എറ്റ് എ ടൈം ഉപയോഗിക്കാറില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മരം മുറിക്കേണ്ട സമയമാണെങ്കിൽ വാൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ കൊത്തുൾ ഉപയോഗിക്കേണ്ട സമയത്ത് കൊത്തുൾ ഉപയോഗിക്കും, അതല്ല ചിന്തൂർ തള്ളുന്ന സമയത്താണെങ്കിൽ അത് ഉപയോഗിക്കുന്നു. ഏത് സമയത്ത് ഏതാണോ ആയുധം ഉപയോഗിക്കേണ്ടത് ആ ആയുധം എടുക്കുന്ന സമയത്ത് അത് മൂർച്ചയില്ല എങ്കിൽ, സപ്പോസ് വാൾ എടുക്കുന്ന സമയത്ത് മൂർച്ചയില്ല എങ്കിൽ ഉളി കൊണ്ട് കാര്യം നടത്തിയിരിക്കും. പക്ഷേ വാളിന് മൂർച്ചയുണ്ടെങ്കിൽ വാൾ സമയം വരുമ്പോൾ ഉപയോഗിക്കപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ ജീവിതത്തിൽ എനിക്ക് ചാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കാതെ നമ്മുടെ യോഗ്യതയെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഈശ്വരനാകുന്ന ആശാരി സമയം വന്ന് വാളിന് പകരം പക്ഷെ ഉളീനെയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ ആ ഉളി മൂർച്ചയുള്ളതാണെങ്കിൽ അതുകൊണ്ടും കാര്യം നടത്തും. അതിനുശേഷം ഉളിക്ക് കിട്ടുന്ന പ്രമോഷനും ആയിരിക്കും. ലൈഫ് അങ്ങനെയാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ അവസരം വരുന്നത് ആ അവസരത്തിൽ നിങ്ങൾ ഉപയോഗിക്കത്തക്ക രീതിയിൽ യോഗ്യത അതെല്ലാവരും നേടിയിരിക്കണം. ഒരു കൊച്ചു കഥ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാണ്. ഒരിക്കൽ ഒരു രാജാവിന് 3 മക്കളുണ്ടായിരുന്നു. 3 പേരും ആയോധന കലയിലും മറ്റു കാര്യങ്ങളിലൊക്കെ നല്ല സമർത്ഥരാണ്. അപ്പോൾ രാജാവിന് സംശയമായി തുടങ്ങി, ആർക്കാണ് എൻ്റെ കാലശേഷം അനന്തരാവകാശിയായി പ്രഖ്യാപിക്കേണ്ടത്. പരമ്പര പറയുമ്പോൾ മൂത്ത മകനാണെങ്കിലും അങ്ങനെ പരമ്പര പ്രകാരം ഏറ്റവും യോഗ്യനല്ലാത്തൊരു ആളുടെ കയ്യിൽ ഇത് ചെന്നെത്തരുത് എന്നും ഇവരിൽ ഏറ്റവും യോഗ്യനാരാണ് അവരായിരിക്കണം രാജാവാകേണ്ടത് എന്നും ഈ രാജാവ് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവ് തൻ്റെ 3 മക്കളെയും വിളിച്ചു വരുത്തി അവർക്ക് ഒരു മത്സരം കൊടുക്കുകയാണ്. 5 സ്വർണ്ണ നാണയങ്ങൾ 3 ആളുടെ കയ്യിലും കൊടുക്കും. എന്നിട്ട് പറയും, ഈ 5 സ്വർണ്ണ നാണയങ്ങൾക്കൊപ്പം ഓരോ മുറിയും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യണം, ഇന്ന് ഈ സമയം തൊട്ട് നിങ്ങളുടെ പരീക്ഷയുടെ സമയം ആരംഭിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ ഈ 5 സ്വർണ്ണ നാണയം ഉപയോഗിച്ചുകൊണ്ട് ആ മുറി നിങ്ങൾ നിറച്ചിട്ടുണ്ടായിരിക്കണം. നാളെ ഇതേ സമയത്ത് ഞാൻ കാണാൻ വരും. അതിൽ ജയിക്കുന്ന ആളായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അനന്തരാവകാശിയെന്ന്. അങ്ങനെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളും വാങ്ങി 3 മക്കളും പോയി അവനവൻ്റെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം മൂത്ത മകൻ വിചാരിക്കുകയാണ്, 5 സ്വർണ്ണ നാണയം കൊണ്ട് ഒരു മുറി മുഴുവൻ നിറയ്ക്കാനുള്ള സാധനം എന്ത് കിട്ടാനാണ്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, കുറേ പഞ്ഞി വാങ്ങിക്കൂട്ടി. അങ്ങനെ ആ മുറി മുഴുവൻ പഞ്ഞി കൊണ്ട് നിറച്ചു. അപ്പോഴും 5 സ്വർണ്ണ നാണയം കൊണ്ട് അവൻ ആ മുറി മുഴുവൻ നിറയ്ക്കാനുള്ള പഞ്ഞി കിട്ടി. ഭയങ്കര സന്തോഷമായി പോയി. അവൻ വഴി കിട്ടിയതായിട്ടുള്ള സന്തോഷത്തിൽ സ്വസ്ഥമായിട്ട് പോയിട്ട് കിടന്നുറങ്ങി. മറ്റേ രണ്ടാമത്തെ മകൻ കുറേ അന്വേഷിച്ചു, 5 സ്വർണ്ണ നാണയത്തിന് മുറി മുഴുവൻ നിറയ്ക്കാനുള്ള സാധനം എന്താ കിട്ടുക. അങ്ങനെ അവൻ കുറേ അന്വേഷിച്ചപ്പോൾ അവന് കുറേ ഡ്രസ്സ് കിട്ടി. അവനങ്ങനെ കുറേ ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടി വില കുറവിനതായിട്ടുള്ള തുണികൾ കൊണ്ട് ആ മുറി മുഴുവൻ നിറച്ചു. അവനും സമാധാനമായി, ഹാവു എന്തായാലും അച്ഛനെ ഏൽപ്പിച്ച കാര്യം നിറച്ചിരിക്കുന്നു, ഞാൻ തുണി കൊണ്ട് തന്നെയാണ് നിറച്ചിരിക്കുന്നത്, അപ്പം എന്തായാലും എനിക്ക് തന്നെയായിരിക്കും രാജ്യഭാഗ്യമെന്ന്. മൂന്നാമത്തെ മകൻ അന്നും ഒന്നും ചെയ്തില്ല, കിടന്നുറങ്ങി. മുറിയൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് ശുദ്ധമാക്കി അവൻ കിടന്നുറങ്ങി. രാവിലെ രാജാവ് വരുന്നതിനേക്കാൾ കുറച്ച് മുന്നായിട്ട് അവൻ അതിൻ്റെ മുന്നിൽ ആളുകൾ കടക്കുമ്പോൾ ശബ്ദം വരത്തക്ക രീതിയിൽ കുറച്ച് മണികൾ കെട്ടിത്തൂക്കി അതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് നടുവിൽ നല്ല ഒരു ഭംഗിയായി നന്നായി കത്തുന്ന ഒരു മെഴുകുതിരി കൊളുത്തി വെച്ചു. അതിൻ്റെ അടുത്ത് കുറച്ച് ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ചു സുഗന്ധമാക്കി. അവൻ അതിൻ്റെ ഉള്ളിൽ മിണ്ടാതിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ രാജാവ് മൂത്ത മകൻ്റെ മുറി പോയി തുറന്നു നോക്കിയപ്പോൾ അതിൽ മുഴുവൻ പഞ്ഞിയാണ്, അത് ഒഴിവാക്കി. രണ്ടാമത്തെ മകൻ്റെ മുറി നോക്കി, വസ്ത്രങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ഒന്നും മിണ്ടിയില്ല, മുന്നോട്ട് പോയി. മൂന്നാമത്തെ മകൻ്റെ മുറി തുറക്കാൻ വേണ്ടി രാജാവ് വാതിൽ തുറക്കുന്നതും നിങ് 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 എന്നുള്ളതായിട്ടുള്ള മണിനാദം കൊണ്ട് അവിടെ മുഴുവൻ അങ്ങ് മുഖരിതമായി. തുറന്നപ്പോൾ ചന്ദനത്തിരിയുടെ സുഗന്ധം, അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കണ്ണിന് സുഖം തരുന്നൊരു പ്രകാശം, അതിനുള്ളിൽ അവൻ ധ്യാനിച്ചപ്പോണ്ടായതായിട്ടുള്ള പോസിറ്റീവ് എനർജിയും അത് നിറഞ്ഞു കണ്ടപ്പോൾ രാജാവ് സന്തോഷം കൊണ്ട് ആ മകനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാജാവ് ദർബാറിൽ അനൗൺസ് ചെയ്തു, എൻ്റെ അനന്തരാവകാശി എൻ്റെ ഇളയ മകൻ തന്നെയാണ് എന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഇളയ മകനെ അങ്ങ് രാജാവായിട്ട് വാഴിച്ചത്? മറ്റു 2 പേരും നിറച്ചിട്ടുണ്ട്, അവനെന്താ നിറച്ചത് എന്ന് ചോദിക്കുക. അപ്പോൾ രാജാവ് പറയും, ഒരു രാജാവിന് വേണ്ട നമ്പർ 1 ക്വാളിറ്റി ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും നല്ല സാധനം നിറയ്ക്കാൻ കഴിയുക എന്നുള്ളതാണ്. അവൻ അവിടെ സുഗന്ധം നിറച്ചു, പ്രകാശം നിറച്ചു, മനോഹരമായ ശബ്ദം നിറച്ചു. അവിടെ മെഡിറ്റേഷനിലൂടെ അവൻ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ നിറച്ചു. അതുകൊണ്ട് ഈ രാജ്യത്തിന് ആവശ്യം
ഈ രാജ്യത്തിൻ്റെ ഖജനാവിനെ ഏറ്റവും ചുരുങ്ങിയ ചെലവ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല സാധനങ്ങളെ, നല്ല വൈബ്രേഷൻ, നല്ല സന്തോഷം, നല്ല പ്രകാശം, നല്ല സുഗന്ധം, നല്ല ശബ്ദം എന്ന് ചിലർത്ഥം ഈ ജീവിതത്തിൽ എൻ്റെ പ്രജകളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ, അവരുടെ ജീവിതത്തിൽ സന്തോഷനാദങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി, അവരുടെ ജീവിതത്തിൽ ശക്തിശാലിയായിട്ടുള്ള മനസ്സിനെ പ്രദാനം ചെയ്യാൻ അങ്ങനെയുള്ളതായിട്ടുള്ള നന്മയുടെ നിറവുള്ള ഒരു മനുഷ്യനാണ് ആവശ്യം. അതേസമയം ഖജനാവിനെ ഏറ്റവും നന്നായി സൂക്ഷിക്കാനും പറ്റണം. അതാണ് എൻ്റെ ഇളയ മകൻ ചെയ്തത്. അവനവിടെ പ്രകാശം കൊണ്ട് നിറച്ചു, അവിടെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ കൊണ്ട് നിറച്ചു, സുന്ദരനാദങ്ങൾ കൊണ്ടും സുഗന്ധം കൊണ്ടും നിറച്ചിരുന്നു ആ മുറി. അതുകൊണ്ട് അങ്ങനെ ഒരു രാജാവാണ് ഏറ്റവും യോഗ്യനായ രാജാവെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകാശം കൊണ്ട് നിറയ്ക്കുമ്പോൾ, നിങ്ങൾക്കുള്ളതായിരിക്കുന്ന കലകൾ കൊണ്ട് പ്രകാശം നിറയ്ക്കുമ്പോൾ, അഥവാ അനുഗ്രഹീതമായി കിട്ടിയ നിങ്ങളുടെ കാലിബർ എന്താണോ, സ്കിൽ എന്താണോ, നിങ്ങളുടേതായിട്ടുള്ള ടാലൻ്റ് എന്താണോ, കഴിവെന്താണോ, അതിനെ മാക്സിമം നന്നായി നിറച്ചതിൽ പ്രകാശം നിറയ്ക്കുമ്പോൾ, ഏത് സമയത്ത് ആർക്ക് വേണമെങ്കിലും അതിനെ ഉപയോഗിക്കത്തക്ക രീതിയിൽ മറ്റുള്ളവർക്ക് ഇവരുണ്ടെങ്കിൽ എനിക്ക് മതി എന്ന് പറയുന്ന രീതിയിലുള്ള യോഗ്യത നേടുമ്പോൾ, നമ്മുടെ പോസിറ്റീവായിരിക്കുന്ന വൈബ്രേഷൻ കൊണ്ട് നിങ്ങളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് വേണമെന്ന് തോന്നത്തക്ക രീതിയിൽ നിങ്ങൾ പരിവർത്തനമാകുമ്പോൾ, മധുരമായ വാക്കുകളുടെ സുഗന്ധം കൊണ്ട്, മധുരമായ വാക്കുകളുടെ നാദം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ, ആ യോഗ്യതയെ ആർക്കും മാറ്റാനാവില്ല. ഈ പ്രപഞ്ചം അത്തരം യോഗ്യാത്മാക്കളെയാണ് കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള യോഗ്യമായിട്ടുള്ള മനുഷ്യരെയാണ് ഈ ലോകം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗുണങ്ങളാകുന്ന സുഗന്ധം കൊണ്ടും ഒപ്പം തന്നെ അറിവിൻ്റെ പ്രകാശം കൊണ്ടും സുമധുരമായിട്ടുള്ള സംസാരം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടും എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ മാറൂ നിങ്ങൾ. എന്നാൽ നിങ്ങൾക്കുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യോഗ്യത ഉണ്ടാക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്, ഉപയോഗിക്കേണ്ടത് ഈശ്വരൻ്റെ കർത്തവ്യമാണ്. യോഗ്യത നമ്മൾ നേടുമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ ഉപയോഗിച്ചിരിക്കും. അതുകൊണ്ട് ഈശ്വരൻ്റെ കണ്ണിൽ യോഗ്യത നേടുന്നവരായിട്ട് മാറി ജീവിതം സർവ്വതാ സഫലതയുള്ളവരായി മാറട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.